السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد حي على الصلاة حي على الصلاة حي على الفلاح الله أكبر الله أكبر. لا إله إلا الله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغاوين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സട്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിൻ്റെ കൽപ്പനകളും
നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം പരമാവധി വിമലീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ആഗ്രഹങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യാറുണ്ട്. ചോര നീരാക്കി പണിയെടുക്കാറുണ്ട്. ഉറക്കം പോലും ഉപേക്ഷിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിക്കാറുണ്ട്. പക്ഷേ എങ്കിലും എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധേയമായൊരാഗ്രഹമാണ് ആരോഗ്യം. എന്നും ആരോഗ്യമുള്ളവനായി തീരണം, എന്നും ആരോഗ്യമുള്ളവനായി നിലനിൽക്കാൻ കഴിയണം എന്നത് മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ശ്രദ്ധേയമായ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹം സഫലീകൃതമാക്കാൻ, ആരോഗ്യം നിലനിർത്താൻ, ആരോഗ്യത്തെ എല്ലാ അർത്ഥത്തിലും നിലനിൽക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള രീതികൾ സ്വീകരിക്കാൻ നമ്മളെല്ലാം പരിശ്രമിക്കാറുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനം വരെ ആഘോഷിച്ചു വരുന്ന ഒരു പ്രത്യേക കാല സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. പലപ്പോഴും രോഗം അത് തന്നെ നമുക്ക് മനസ്സിൽ ഭയമുണ്ടാക്കുന്നു. രോഗിയാവുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതരാകാറുണ്ട്. വല്ലാത്ത പ്രയാസം. രോഗിയായാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ തനിക്ക് കഴിയുമോ? എന്റെ അവസ്ഥ എന്തായിരിക്കും? വല്ലാത്ത ഭയവും ഭീതിയും അസ്വസ്ഥതയും നമ്മുടെ മനസ്സുകളെ മതിക്കാറുണ്ട്. അതേസമയം ആരോഗ്യം നിലനിർത്തുവാനും രോഗത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനും ആരോഗ്യം നേടിയെടുക്കുവാനും വേണ്ടി എന്തും ചെലവഴിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. കഠിനമായി വ്യായാമം സ്വീകരിക്കുന്നവർ, എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെയും യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ആരോഗ്യം നിലനിർത്താൻ കഴിയുമെന്നുള്ള മൗഢ്യധാരണ വെച്ച് പുലർത്തുന്നവരുമുണ്ട്. അതേസമയം ആരോഗ്യം നിലനിർത്താൻ മറ്റു പല രീതികളും ആശയങ്ങളും സ്വീകരിക്കുന്നവർ ലോകത്ത് നമുക്കിടയിലുണ്ട്. എന്തായിരുന്നാലും രോഗത്തെ നമുക്ക് ഭയമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമുള്ള ആളുകളുമായി ഇടപഴകാനാണ് നമുക്ക് ഏറെ ഇഷ്ടം. ആരോഗ്യമുള്ളവനാണ് സമൂഹത്തിൽ സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത്. രോഗിക്ക് പലപ്പോഴും അവഗണനയാണ് സമൂഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വരിക. രോഗിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുമായി ഇടപഴകാൻ നമുക്ക് തന്നെ ഭയം. ആ രോഗമെങ്ങാനും ഇങ്ങോട്ട് പകർന്നാലോ, ഒടുവിൽ ഞാനും രോഗിയായാലോ അവഗണിക്കപ്പെടുമല്ലോ എന്നുള്ള പലപ്പോഴുമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെയും മതിക്കാറുണ്ട്. എന്തായിരുന്നാലും ആരോഗ്യം ഇഷ്ടപ്പെടുകയും അത് നിലനിർത്തുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും രോഗം വരുന്നതിന് മുൻകൂട്ടി കണ്ട് രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനും, ഡെങ്കിപ്പനിയാകട്ടെ എന്ത് രോഗമാകട്ടെ മുൻകൂറായി കുത്തിവെപ്പ് നടത്തുവാനും പല രീതിയിലുള്ള മരുന്നുകൾ കഴിച്ച് ആരോഗ്യം നിലനിർത്തുകയും രോഗത്തെ പ്രതിരോധിക്കുവാനുള്ള സജ്ജമായി നിൽക്കുന്ന ഇന്നിന്റെ ലോകം പലപ്പോഴും മനുഷ്യ ശരീരത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ മരണത്തിന് തന്നെ കാരണമായി തീരാവുന്ന ഹൃദയരോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും തന്റെ ഹൃദയത്തിന് രോഗം ബാധിക്കാതെ എന്നും ആരോഗ്യമുള്ള തുടിക്കുന്ന ഹൃദയമായി തന്റെ ഹൃദയം നിലകൊള്ളണമെന്നുള്ള വല്ലാത്ത കൊതിയും പൂതിയുമായി നിലകൊള്ളുന്നവരാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും. ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ഇന്ന് ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തിനുള്ള കൃത്യമായ ചികിത്സകളുണ്ട്. നൂതനമായ ചികിത്സാ രീതികൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ. പക്ഷേ എങ്കിലും ഈ ഹൃദയത്തെ ബാധിക്കുന്ന ചില രോഗങ്ങൾ മരണത്തിൽ ഒടുവിൽ കലാശിക്കാം. എന്നാൽ അതേ ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ മറ്റു ചില രോഗങ്ങളെ കുറിച്ച് പലപ്പോഴും ഇന്നിന്റെ ലോകം അജ്ഞരാണ്. ആ രോഗങ്ങൾ ആ ഹൃദയത്തെ ശക്തമായി സ്വാധീനിച്ചാൽ ഇഹപര നഷ്ടമായിരിക്കും അത്തരം ആളുകൾക്ക് നേരിടേണ്ടി വരിക. ഇഹത്തിലും വിജയമുണ്ടാവില്ല, നാളെ പരലോകത്തും പടച്ചതമ്പുരാന്റെ കോടതിയിൽ വിജയമുണ്ടാവില്ല. അത്തരം മാരകമായ രോഗങ്ങൾക്ക് വിധേയമാകുന്നു ആ ഹൃദയമെങ്കിൽ നാളെ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ മനുഷ്യ ശരീരം വെന്തു നീറുകയും ഒടുവിൽ ജ്വലിക്കുന്ന നരകാഗ്നി ആ ഹൃദയത്തെ കാർന്നു തിന്നുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആന്റെ വിശദീകരണം.
അതിഭയങ്കരവും ഭീതിതവുമായ നരകത്തിന്റെ അട്ടഹാസങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ശക്തമായി ലോകത്തെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇത്തരം രോഗങ്ങൾക്ക് വിധേയമായ ഹൃദയങ്ങളിൽ നിന്നാണ് എല്ലാ അർത്ഥത്തിലും നശീകരണ സ്വഭാവം ഉണ്ടാവുക. ബന്ധങ്ങൾ ഏത് തരത്തിലുള്ളതാകട്ടെ, കുടുംബ ബന്ധമാകട്ടെ, ദാമ്പത്യ ബന്ധമാകട്ടെ, അയൽപക്ക ബന്ധമാകട്ടെ, ഏതു ബന്ധമാകട്ടെ, പിച്ചി ചീന്താൻ അത്തരം രോഗാതുരമായ ഹൃദയങ്ങൾക്ക് മടിയുണ്ടാവില്ല. നശീകരണ സ്വഭാവവും നശീകരണ ചിന്തയും നശീകരണ ലക്ഷ്യവും മാത്രവുമായിരിക്കും ആ ഹൃദയത്തിന്റെ താല്പര്യം. നന്മ അവിടെ എല്ലാ അർത്ഥത്തിലും മൂടിവെക്കപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ മാരകമായ രോഗങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ നന്നാക്കാനും അതേസമയം ഒരു മനുഷ്യനെ നശിപ്പിക്കാനും കഴിയുന്ന ഒരു പ്രത്യേക കേന്ദ്രമായി കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ വഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങൾ അറിയണം, മനുഷ്യ ശരീരത്തിൽ ശ്രദ്ധേയമായ ഒരു മാംസ കഷ്ണമുണ്ട്. പലതവണ നാം കേട്ട് തഴമ്പിച്ച നമ്മുടെ ശ്രവണ പുടങ്ങൾക്ക് പരിചയമുള്ള ഹദീസ്, പക്ഷെ അതിന്റെ മർമ്മവും ആശയവും ഉൾക്കൊള്ളുന്ന രംഗത്ത് പലപ്പോഴും നമ്മളിൽ പലരും പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അതെങ്ങാനും നന്നായാൽ, മനുഷ്യ ശരീരത്തിലെ ആ മാംസ കഷ്ണം വിശുദ്ധമാക്കപ്പെട്ടാൽ ആ ശരീരം മുഴുവൻ വിശുദ്ധമാക്കപ്പെടും, നന്നാക്കപ്പെടും. അതേസമയം ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അതെങ്ങാനും നശിച്ചു പോയാൽ, കേടുവന്നാൽ ആ മനുഷ്യ ശരീരം മുഴുവൻ നശിക്കുവാൻ അത് കാരണമായി തീരും. എന്നിട്ട് റസൂലുള്ള ഗൗരവം പഠിപ്പിച്ചു, അലാ വഹിയൽ ഖൽബ്, അത് മനുഷ്യ ഹൃദയമാണ്. അത് നന്നായാൽ ഒരു മനുഷ്യന് പൂർണ്ണമായി മനുഷ്യാസ്തിത്വത്തിന്റെ ജ്വലിക്കുന്ന മേഖലകളിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയും. ഇസ്ലാമിക ലോക ചരിത്രത്തിൽ നമ്മൾ പലതവണ അത് കണ്ടതാണ്, വായിച്ചതാണ്. അതേസമയം അതിന്റെ നാശം ഒരു മനുഷ്യ സമൂഹത്തിന് തന്നെ പൊതുനാശത്തിന്, അള്ളാഹുവിന്റെ ശാപതാപ കോപങ്ങൾക്ക് വരെ വിധേയമാവാൻ അത് കാരണമായി തീരും. ലോക ചരിത്രത്തിൽ നിരവധി ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. ചുറ്റുപാടുകൾ അത് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമായി ഹൃദയത്തെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നിരീക്ഷിക്കുന്നതും അള്ളാഹു ശ്രദ്ധയോടെ പരീക്ഷിക്കുന്നതും ആ ഹൃദയത്തെ ആയിരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംബാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. സട്ടാവായ പടച്ചതമ്പുരാൻ നിങ്ങളുടെ പുറംമോടിയിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും. പുറംമോടി നന്നാക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കാറുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന രംഗത്ത് ഇന്ന് ലോകം മുൻപന്തിയിലാണ്. അത് ഏത് വിധനയുള്ളതാകട്ടെ, ഏത് മാർഗത്തിലുള്ളതാകട്ടെ. ഉന്നതമായ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിയുവാനും എല്ലാ രീതിയിലുള്ള പുറംമോടി, ഈ പുറംമോടിയുടെ അടിസ്ഥാനത്തിലാണ് പടച്ചതമ്പുരാൻ മനുഷ്യനെ വിലയിരുത്തുന്നതെങ്കിൽ എത്രയെത്രയോ ആളുകൾ അവഗണിക്കപ്പെടുമായിരുന്നു, ഈമാനുള്ള നിഷ്കളങ്കമായ മനസ്സിനുടമകൾ. പക്ഷെ അള്ളാഹു പറഞ്ഞത് ഇല്ല, പുറംമോടിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആരെയും വിലയിരുത്തില്ല. അവരുടെ കേവലം സമ്പത്തിന്റെ തോതനുസരിച്ചും ബാങ്ക് ബാലൻസും അനുസരിച്ചു കൊണ്ടല്ല അള്ളാഹു ഒരുത്തനെ വിലയിരുത്തുക, മറിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് പടച്ചതമ്പുരാൻ ശ്രദ്ധിക്കും. അവന്റെ ഹൃദയത്തെ നിരീക്ഷണത്തിന് വിധേയമാക്കും. അവന്റെ കർമ്മങ്ങളെ കുറിച്ച് ശ്രദ്ധേയമായി കൃത്യമായി നിരീക്ഷിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു മനുഷ്യനെ പടച്ചതമ്പുരാൻ വിലയിരുത്തുക. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏത് സമയവും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയമാണ് തന്റേത് എന്നുള്ള അർപ്പണബോധം നമുക്കുണ്ടാവണം. നമ്മുടെ കർമ്മങ്ങൾ പടച്ചതമ്പുരാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എങ്കിൽ നമ്മുടെ കൽബിനെ നന്നാക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ കർമ്മങ്ങളെ പവിത്രമാക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ പ്രവർത്തനങ്ങളെ വിമലീകരിക്കാൻ നമുക്ക് കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലേക്ക് നിയോഗിക്കപ്പെട്ടത് മനുഷ്യന്റെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കുവാനായിരുന്നു, മനുഷ്യ ഹൃദയത്തിൽ ഇസ്ലാഹ് ഉണ്ടാക്കാനായിരുന്നു. ശക്തമായ സാരോപദേശങ്ങളിലൂടെ, സംസ്കരണ ചിന്തകളിലൂടെ ആ ഹൃദയത്തെ പരിശുദ്ധമാക്കാനും പരിപാവനമാക്കുവാനുമായിരുന്നു ലോകത്തേക്ക് കടന്നു വന്ന മഹാപ്രവാചകന്മാർ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചത്. അവരുടെ പരിശ്രമം എല്ലാ അർത്ഥത്തിലും പലയിടങ്ങളിലും വിജയം നേടി. പക്ഷേ അതേസമയം മറ്റു പല ആളുകൾ ആ ആശയത്തെയും സാരോപദേശത്തെയും ഉൾക്കൊള്ളാതെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷാ നടപടികൾക്ക് അവർ വിധേയരായി എന്ന് ഖുർആൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തിനേറെ അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ
പടച്ചതമ്പുരാൻ ഒരു ആത്മമിത്രത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു എന്തു പറയുമ്പോഴും അനുസരിക്കുവാനുള്ള അർപ്പണബോധമുള്ള മനസ്സിനുടമ, പടച്ചതമ്പുരാനോട് എല്ലാ അർത്ഥത്തിലും രചനാത്മകമായ നിലപാട് സ്വീകരിച്ച വ്യക്തിത്വം, മരണം വരെ ഒരിക്കലും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കാത്ത വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ തുറന്ന മനസ്സുമായിട്ടുള്ള പ്രാർത്ഥനയെ, നിറകണ്ണുകളുമായിട്ടുള്ള പ്രാർത്ഥനയെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥന? അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ആത്മമിത്രത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? വലാ തുഖ്സിനി യൗമ യുബഅസുൻ, സർവാദിനാഥ, നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീ ഇബ്രാഹിമിനെ അപമാനിതനാക്കരുതേ റബ്ബേ. മറിച്ച് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ അതോടൊപ്പം തന്നെ സന്തതികളോ യാതൊരു പ്രയോജനവും ലഭിക്കാത്ത, ഒരു ഉപകാരവും ലഭിക്കാത്ത നാളെയുടെ ലോകത്ത് നീ എന്നെ അപമാനിതനാക്കരുതേ നാഥ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷയാർക്കാണ്, മോക്ഷമാർക്കാണ്? പടച്ച തമ്പുരാന്റെ മുന്നിൽ കറകളഞ്ഞ മനസ്സിനുടമയായി കൽബുൻ സലീമിനുടമക്ക് മാത്രമാണ് മോക്ഷമുണ്ടാവുക, രക്ഷയുണ്ടാവുക, അള്ളാഹുവിന്റെ തണലുണ്ടാവുക, അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടാവുക എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അതെ, വഉസ്ലിഫത്തിൽ ജന്നത്തുൽ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് വേണ്ടി പടച്ചതമ്പുരാൻ സ്വർഗത്തെ അടുപ്പിക്കുന്നതാണ്. വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, അതേസമയം ദുർമാർഗികൾക്ക് വേണ്ടി നരകത്തെ പടച്ചതമ്പുരാൻ തുറന്നു കൊടുക്കുമെന്ന് നരകത്തിന്റെ ആർത്തനാദത്തെ കുറിച്ച്, അട്ടഹാസത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഹദീസുകളിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളെ കാർന്നു തിന്നുന്ന, മനുഷ്യ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന, എന്നിട്ടും അടങ്ങാത്ത അട്ടഹാസവുമായി ജ്വലിച്ചു നിൽക്കുന്ന നരകം. അതെ, അതിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത് കറകളഞ്ഞ മനസ്സിനുടമയ്ക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് റബ്ബേ നീ എന്നെ അപമാനിതനാക്കരുത് എന്ന് തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന ഖലീലുള്ളയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. എന്തിനേറെ ആ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റിയ, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഇസ്ലാമിക ലോകത്തെ മഹാപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ തുറന്ന പ്രാർത്ഥന എങ്ങനെയായിരുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമൻ, നാഥ ഞാൻ നിന്നോട് ചോദിക്കുന്നത് കറകളഞ്ഞ മനസ്സിനുടമയാകാനാണ്, വലിസാനൻ സാദിഖൻ, നല്ലത് പറയുന്ന, സത്യം പറയുന്ന നാവിനുടമയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ എന്നെ നീ കറകളഞ്ഞ മനസ്സിനുടമയാക്കണമേ, അതോടൊപ്പം തന്നെ സത്യം പറയുന്ന നാവിനുടമയാക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു പ്രാർത്ഥിച്ചിരുന്നു. ഹൃദയത്തെ 3 ഇനങ്ങളായി കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കൽബുൻ സലീം, അള്ളാഹ് ഇഷ്ടപ്പെട്ട ഹൃദയം. ആ ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള ഇഷ്ടം പതഞ്ഞു പൊങ്ങും. പടച്ചതമ്പുരാനെ കുറിച്ചുള്ള പേടി ആ ഹൃദയത്തെ വിറപ്പിക്കും. മാത്രമല്ല, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഹൃദയമായിരിക്കും അത്. ഹലാലുകളിൽ മാത്രം സജീവമാകുന്ന ഹൃദയമായിരിക്കും അത്. സ്വേച്ഛക്ക്, സ്വന്തം ഇഷ്ടത്തിന് അവിടെ സ്ഥാനമുണ്ടാവില്ല. ദൈവേച്ഛക്ക് മാത്രമായിരിക്കും സ്ഥാനവും പരിഗണനയും ഉണ്ടാവുക. മാത്രമല്ല, അല്ലാഹ് എന്ത്, എപ്പോ, എന്ത് കൽപ്പിച്ചാലും അത് ശിരസ വഹിക്കുവാനുള്ള സമർപ്പണബോധവും അർപ്പണബോധവും ആ ഹൃദയത്തിനുണ്ടാവും. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ അതേ രീതിയിൽ ലോകത്തിന് വിശദീകരിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയായ, നന്ദിയുള്ള അടിമയായ നൂഹ് നബിയുടെ കക്ഷിയിൽപ്പെട്ടവനാണ്. നൂഹ് നബി ആരാണ്? ഇന്നഹു കാന അബ്ദൻ ശകൂറ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി, നന്ദിയുള്ള അടിമയെന്ന്. ഇബ്രാഹിം നബി ആരാണ്? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബിയെ ഞാൻ എന്റെ ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്റെ നന്ദിയുള്ള അടിമയായ നൂഹിന്റെ കക്ഷിയിൽപ്പെട്ടവനാണ് ഇബ്രാഹിം. ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, കറകളഞ്ഞ മനസ്സിനുടമയായിക്കൊണ്ട്, കുറ്റമറ്റ ഹൃദയത്തിനുടമയായിക്കൊണ്ടാണ് ഇബ്രാഹിം തന്റെ നാഥന്റെ മുന്നിൽ വന്ന സന്ദർഭം ശ്രദ്ധേയമാണെന്നുള്ള പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കറകളഞ്ഞ മനസ്സിന്റെ ഉടമയായി റബ്ബിന്റെ മുന്നിൽ വന്ന സന്ദർഭം ശ്രദ്ധേയമാണ് എന്ന് അള്ളാഹു എടുത്തു പറയുമ്പോൾ എന്തുമാത്രം തെളിമയുള്ള, എന്തുമാത്രം പരിശുദ്ധമായ, എന്തുമാത്രം അർപ്പണബോധമുള്ള കൽബിന്റെ ഉടമയായിരിക്കും അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രീതിയിൽ വളരാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തെ ആ രീതിയിൽ പരിവർത്തിപ്പിക്കാനും. ഇത് ഖുർആൻ 37-ാമത്തെ സൂറ സൂറത്തുൽ സ്വാഫാത്തിലും 83-84 വചനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ആ ഹൃദയങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഇന്ന് ലോകം വല്ലാത്ത പ്രതിസന്ധി, എല്ലാവർക്കും ടെൻഷൻ, എല്ലാവർക്കും മാനസികമായ പിരിമുറുക്കം, എല്ലാ അർത്ഥത്തിലുമുള്ള വിഷാദങ്ങൾ. വളർന്നു വരുന്ന LKG കുട്ടികൾക്ക് പോലും വിഷാദ രോഗം കണ്ടുവരുന്നു. എന്തിനേറെ കൗമാരപ്രായക്കാരുടെ മനസ്സുകൾ വല്ലാതെ ഈ രീതിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കറകളഞ്ഞ മനസ്സിനുടമകളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദിക്റുള്ളയിലൂടെ അവർ തൃപ്തി നേടും. ദിക്റുള്ളയിലൂടെ ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾ അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മയാൽ അവർ ശാന്തിയും സമാധാനവും നേടിയെടുക്കും. അവർക്ക് മനസ്സിന് സ്വസ്ഥതയുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം നമ്മൾ ഓരോരുത്തരും, അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മയാൽ അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതത്തിലൂടെയാണ് മനസ്സിന് സ്വസ്ഥതയുണ്ടാവുക, മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. 2, ആ ഹൃദയത്തിന്റെ ഉടമകൾക്ക് ഉണ്ടാകേണ്ട മറ്റൊരു സവിശേഷത, ചുറ്റുപാടുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും. പ്രകൃതി ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും അവർ. 3-ാമത്തെ അവരുടെ സവിശേഷത, ലോക ചരിത്രത്തിൽ പടച്ചതമ്പുരാന്റെ ശക്തമായ ശിക്ഷകൾക്ക് വിധേയമാക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അഫലം യസീറു ഫിൽ അർളി ഫതവകുന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബു ലത്തി ഫിസ്സുദൂർ. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള ഹൃദയങ്ങളോ കേട്ടറിയാൻ ഉതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു കൃത്യമായി ചിന്തിക്കുന്നുവെങ്കിൽ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കില്ല, കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കില്ല. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അതേ, അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, അവരുടെ നെഞ്ചിനകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്, കണ്ണുകൾക്കല്ല എന്ന് ഖുർആൻ പ്രതികരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞ കൽബുൻ മയ്യിത്ത്, 2-ാമത്തെ ഇനം മരിച്ച ഹൃദയം, ചത്ത ഹൃദയം, ജീവനില്ലാത്ത ഹൃദയം, റബ്ബിനെ മനസ്സിലാക്കാത്ത, റബ്ബിന്റെ ആരാധ്യതയെ അംഗീകരിക്കാത്ത, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും അവന്റെ ഔദാര്യങ്ങളെയും വേണ്ടുവോളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തതോടൊപ്പം തീർത്തും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന നിഷേധികളായ വർഗം, പിശാചിനെ മാത്രം അന്ധമായി അനുധാവനം ചെയ്യുന്ന, പിശാചിന്റെ കാൽപ്പാടുകളെ പൂർണ്ണമായി അന്ധമായി അനുയോജ്യമായി പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ മരിച്ചുപോയതാണ്, ജീവനില്ലാത്ത ഹൃദയങ്ങളാണത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത്തരം ആളുകൾക്ക് നാശമാണ്. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ബൽ തബഅ അല്ലാഹു അലൈഹാ ബികുഫ്രിഹിം, അവരുടെ കുഫ്ർ കൊണ്ട്, അവരുടെ സത്യനിഷേധം കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ പടച്ചതമ്പുരാൻ മുദ്ര കുത്തിയിരിക്കുകയാണ്. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, വളരെ വളരെ കുറച്ചു മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ചത്ത ഹൃദയങ്ങളുടെ ഉടമകളാണ് അവർ എന്ന് ഖുർആൻ സഗൗരവം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു ശക്തമായി വിമർശിക്കുന്നു ചില ആളുകളെ. അവർക്ക് വേണ്ടി നരകം ഒരുക്കി വെച്ചു. ജിന്നുകൾക്കും മനുഷ്യർക്കും നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തേ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ഹൃദയങ്ങൾ ഉണ്ടായിട്ട് ചിന്തിക്കാതെ, കണ്ണുകൾ ഉണ്ടായിട്ട് കണ്ടു മനസ്സിലാക്കാത്ത, ശ്രവണപുടങ്ങൾ ഉണ്ടായിട്ട് കേട്ടു മനസ്സിലാക്കാത്ത ആളുകൾക്ക് നരകമുണ്ടെന്നുള്ള പറഞ്ഞു. ഉലൈക കൽ അൻആം, നാൽക്കാലികളെ പോലെയാണ് അവർ. ബൽഹും അളൽ, അതിനേക്കാൾ പിഴച്ചവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിലാണെന്ന് ഖുർആൻ സൂറത്ത് അഅറാഫിലെ 179-ാമത്തെ വചനത്തിലൂടെ കർക്കശമായ ഭാഷയിൽ വിമർശിക്കുന്നു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം അത്തരം ഹൃദയങ്ങളെ. അത്തരം ഹൃദയങ്ങളുടെ ഉടമകളാകാതെ മാറി നിൽക്കാൻ കഴിയണം. 3-ാമത്, ചില രോഗങ്ങൾ ബാധിച്ച ഹൃദയങ്ങൾ, രോഗാതുരമായ ഹൃദയം, ഖൽബുൻ മരീൻ, ജീവനുണ്ടവയ്ക്ക്, പക്ഷേ ചില രോഗങ്ങൾ അതിനെ ബാധിച്ചിട്ടുണ്ട്. ആ രോഗങ്ങൾ ഇനിയും പടർന്നു പന്തലിച്ചാൽ അതിന്റെ സർവനാശത്തിന് കാരണമായി തീരും. രോഗം 1 അസൂയയാണ്, 2 കിബറാണ്, 3 ഉൾപ്പകയാണ്, 4 അനുസരണക്കേടാണ്, 5 ഹലാലായത് തിന്നില്ല, ഹറാമായത് തിന്നും, ഹറാമായത് അണിയും, ഹറാമായത് അനുഭവിക്കും, അനർഹമായത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മനസ്സിനുടമകൾ. അവർക്ക് ജീവനുണ്ടെങ്കിലും രോഗാതുരമാണ് ആ ഹൃദയം, രോഗാതുരമാണ് ആ മനസ്സ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറൽ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറല, വർദ്ധിപ്പിക്കുകയാണ് അല്ലാഹു ചെയ്യുക.
വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. കള്ളം പറഞ്ഞതിന്റെ പേരിൽ നാളെ പരലോകത്ത് വേദനയേറിയ ശിക്ഷ അത്തരം ആളുകൾക്കുണ്ട് എന്ന്. വേദനയേറിയ ശിക്ഷ. ഇത് 2-ാം അധ്യായം ബഖറയിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ നാശത്തിന് കാരണമായി തീരാവുന്ന ഈ രോഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി താക്കീത് ചെയ്തത് അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, ശ്രേഷ്ഠതയിൽ നിന്ന് ജനങ്ങൾക്ക് നൽകപ്പെട്ടപ്പോ അതിന്റെ പേരിൽ അസൂയക്കാലുകളാകുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതിന്റെ പേരിൽ അസൂയ വെച്ച് പുലർത്തുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് അസൂയ? മറ്റുള്ളവർ നൽകപ്പെട്ട നന്മകളെല്ലാം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയും അതെല്ലാം തനിക്ക് കൈവരണമെന്ന് കൊതിക്കുകയും ചെയ്യൽ സൂക്ഷിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ്, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, നിങ്ങൾ ചെയ്ത സകല കർമ്മങ്ങളെയും തിന്നു നശിപ്പിക്കും അസൂയ. എത്രത്തോളം എന്നാൽ തീ വിറകിന് കരിച്ചു കളയുന്നത് പോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ കരിച്ചു കളയും അസൂയ. സൂക്ഷിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 2 കിബർ സൂക്ഷിക്കേണ്ടതുണ്ട്. അഹങ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ചത് ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, ജനങ്ങളെ പുച്ഛത്തോടെ കാണുക, എല്ലാവരെയും നിസാരവൽക്കരിക്കുക. ഞാനെന്ന ഭാവവും ഞാനെന്ന ദാർഢ്യവും അവനെ എല്ലാ അർത്ഥത്തിലും അഹങ്കാരിയാക്കി തീർക്കും. സത്യത്തോട് പുച്ഛം, സത്യത്തോട് അവഗണന, ഒരു നന്മ കേട്ടാൽ മോശമായി പ്രതികരിക്കുക, തള്ളിക്കളയുക, ഇതാണ് അഹങ്കാരം. അതെങ്ങാനും ഒരംശം, ഒരു അണുമണി തൂക്കം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്ർ, കിബ്റിന്റെ ഒരംശം, ഒരാറ്റത്തിന്റെ അളവ് ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗപ്രവേശം സാധ്യമല്ലെന്ന് പറയുമ്പോൾ അള്ളാഹുവോട് തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കണം, നാഥ കിബ്ർ കടന്നു വരാതെ എന്റെ ഹൃദയത്തെ കാക്കണമെന്ന് ഞാനും നിങ്ങളും സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. എന്തിനേറെ അതോടൊപ്പം തന്നെ ഉൾപ്പക പലപ്പോഴും നമുക്കുള്ളത് അതാണ്. മനസ്സിൽ പക, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സ്. എന്നാൽ മുൻഗാമികളായ മുഹാജിറുകളെയും അൻസാരികളെയും അനുധാവനം ചെയ്യുന്ന ഉത്തമ ബോധമുള്ള, മതബോധമുള്ള പിൻഗാമികളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി. അവരുടെ സ്വഭാവ ഗുണമായി അല്ലാഹ് പറഞ്ഞത്, വല്ലദീന യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നാഥ, ഞങ്ങൾക്ക് മുമ്പ് ഈമാൻ ഉൾക്കൊണ്ട ഞങ്ങളുടെ മുൻഗാമികളായ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു ഉൾപ്പകയും ഒരു വിദ്വേഷവും നീ ഉണ്ടാക്കരുത് നാഥ, നീ പൊറുക്കുന്നവനാണ്, ദയാപരനാണെന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു അവർ. ആ സവിശേഷത നമുക്കുണ്ടാവണം. കാരണം വല്ലദീന ജാഉ മിൻ ബഅദിഹിം, മുഹാജിറുകൾക്കും അൻസാരികൾക്കും ശേഷം വരുന്ന ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയായി കൊണ്ട് അല്ലാഹ് പറയുകയാണ്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, നാഥ എന്റെ മുൻഗാമികളോട്, നീ ഇഷ്ടപ്പെട്ടവരോട്, നീ തൃപ്തിപ്പെട്ടവരോട്, സ്വർഗാവകാശികളായ മുൻഗാമികളോട് ഒരു പകയും എന്റെ മനസ്സിൽ ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് നബി പറഞ്ഞു, യത്ലു അലൈക്കും അൽആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോ സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരും. സഹാബത്തെല്ലാം തരിച്ചു നിൽക്കുകയാണ്. ആരാണ് അദ്ദേഹം? ആരാണ് ആ സ്വർഗാവകാശി? ജനങ്ങൾ പരസ്പരം തുറിച്ചു നോക്കുന്നു. ആ സമയത്ത് അതാ കടന്നു വരുന്നു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്. ജനങ്ങൾ അത്ഭുതത്തോടുകൂടെയാണ് അദ്ദേഹത്തെ നോക്കിയത്. ഇത് 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. 3 തവണ പറയുമ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന് കടന്നു വന്നത് അതേ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അനസ് റളിയല്ലാഹുവിന്റെ മനസ്സ് കൊതിച്ചു. എന്ത് നേട്ടമാണ്, എന്ത് പ്രത്യേകതയാണ്, എന്ത് സൽക്കർമ്മമാണ് അദ്ദേഹം ചെയ്തത്? ഇത്രമാത്രം നേർക്കുനേരെ അള്ളാഹുവിന്റെ പ്രവാചകന് നാവിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കാൻ, അത് നേടിയെടുക്കാൻ, ആ സൽക്കർമ്മം ചെയ്ത് സ്വർഗാവകാശിയാകാനുള്ള അടങ്ങാത്ത കൊതി അനസിന്റെ മനസ്സിനെ മതിച്ചു. ചോദിച്ചു, എന്താണ് താങ്കൾ കൂടുതൽ ചെയ്യുന്നത്? ഞാൻ നിസ്കരിക്കലുണ്ട്, നോമ്പ് നോക്കലുണ്ട്, രാത്രി നമസ്കരിക്കലുണ്ട്, സുബഹി ജമാഅത്തിൽ പങ്കെടുക്കലുണ്ട്, ഇതെല്ലാം ഞാനും ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്തോ താങ്കൾ ചെയ്യുന്നുണ്ട്? താങ്കളുടെ കൂടെ, താങ്കളുടെ വീട്ടിൽ താങ്കളുടെ കൂടെ കഴിയാൻ എനിക്ക് അവസരം തരണം. 2-3 ദിവസം കഴിഞ്ഞു. രാത്രി ഉറങ്ങാതെ നിരീക്ഷിക്കുന്നു എന്തെല്ലാമാണ് അദ്ദേഹം എക്സ്ട്രാ ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു ചെയ്യുന്നതിൽ നിന്ന് കൂടുതലായി യാതൊന്നും കാണാൻ കഴിയുന്നില്ല. ഒടുവിൽ ചോദിച്ചു, തുറന്നു പറയണം താങ്കൾ. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു പറഞ്ഞു, അംർ ബിൻ ആസ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും എന്റെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഒരു മുസ്ലിമിനോടും എന്റെ മനസ്സിൽ ഒരു ഉൾപ്പകയുമില്ല, ആരോടും വഞ്ചനയില്ല, എനിക്ക് ഒരു കാപട്യവും എന്റെ മനസ്സിലില്ല. എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചും നല്ലത് മാത്രമേ എന്റെ മനസ്സിൽ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കാപട്യം എന്റെ മനസ്സിലില്ല. ആരോടും യാതൊരു രീതിയിലുള്ള അസൂയയും ഞാൻ വെച്ചു പുലർത്താറില്ല. ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുമ്പോ എന്റെ അവസ്ഥ ഇതാണ്. അതെ, അത് തന്നെയാണ് എന്ന് നബി പറയാൻ കാരണം
എത്ര പേർക്ക് കഴിയാറുണ്ട് ഒരു രാത്രി ഉറങ്ങുമ്പോ ഈ രീതിയിൽ തുറന്ന മനസ്സുമായി ഉറങ്ങാൻ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്നു. ഇസ്ലാമിക ലോകത്തെ രണഭൂമിയിൽ ജ്വലിച്ചു നിന്ന വ്യക്തിത്വം രോഗിയായി കടന്ന് വല്ലാതെ പ്രയാസപ്പെടുമ്പോ സഹാബിവര്യന്മാർ കടന്നു ചെന്നു, രോഗവിവരം അന്വേഷിച്ചു, പ്രാർത്ഥിച്ചു. വിഷമത്തോടെ ചുറ്റും കൂടി നിൽക്കുന്ന സഹാബിവര്യന്മാരോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? താങ്കൾക്ക് വിഷമമില്ല, ഞാൻ ആത്മസംതൃപ്തിയുള്ളവനാണ്. എന്തേ കാരണം? അബൂ ദുജാന പറഞ്ഞത്, ഒന്ന്, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, അത്തരം വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. രണ്ട്, മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റമറ്റ ഹൃദയമാണ് എനിക്കുള്ളത്. മുസ്ലിങ്ങളെ കുറിച്ച് മോശമായതൊന്നും എന്റെ മനസ്സിലില്ല, നല്ലതേ ഉള്ളൂ. അവരെ കുറിച്ച് ഞാൻ നല്ലതേ ചിന്തിക്കാറുള്ളൂ, കളങ്കമില്ല, കളങ്കം ഞാൻ വെച്ച് പുലർത്താറില്ല എന്ന് അബൂ ദുജാന. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഈ രീതിയിൽ കറകളഞ്ഞ മനസ്സിനുടമകളാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക. ഞാനടക്കം നാം ഓരോരുത്തരും അതേ ചികിത്സിക്കാനുള്ള സിദ്ധൌഷധമുണ്ട്. ഹൃദയത്തിന് രോഗം ബാധിക്കുമ്പോൾ എന്തെല്ലാം ആധുനികമായ ചികിത്സാ രീതികൾ, സമ്പ്രദായങ്ങൾ, ആധുനികമായ യന്ത്രങ്ങൾ പലതുമുണ്ട്. എന്നാൽ നമ്മുടെ ഇഹപര നഷ്ടത്തിന് കാരണമായി തീർക്കാവുന്ന ഈ മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള സിദ്ധൌഷധമേടെ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഭൗതികമായി ഹൃദയത്തെ ബാധിക്കുന്നുവെങ്കിൽ, എന്നാൽ ആത്മീയ തലത്തിൽ നമ്മുടെ ഹൃദയത്തെ കരിച്ചു കളയുന്ന നരകം, അതിൽ നിന്ന് രക്ഷപ്രഭിക്കാനുള്ള സിദ്ധൌഷധമായി ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇളത്തും മിർ റബ്ബികും, നിങ്ങളുടെ നാഥനിൽ നിന്ന് ഇതാ ഒരു സദുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനവും വന്നെത്തിയിരിക്കുന്നു. എന്താണത്? ഖുർആൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, പടച്ചതമ്പുരാനെ ആ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ. തുറന്ന മനസ്സുമായി സഹാബിവര്യന്മാർ പ്രാർത്ഥിച്ചു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ത്വാഖതിക് അലാ ത്വാഅതിക്. അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്, നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണേ, നിന്നെ അനുസരിക്കാനുള്ള മനസ്സ് തരണമേ എന്ന് ആ രീതിയിൽ പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കണമേ എന്ന് ഒരു തവണ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ മനസ്സിനെ നശിപ്പിക്കുകയും മനുഷ്യന്റെ മൊത്തത്തിൽ തന്നെ നാശത്തിന് കാരണഹേതുവാകുന്ന രോഗങ്ങളെക്കുറിച്ചും ആ രോഗത്തിനുള്ള സിദ്ധൌഷധത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി. അതോടൊപ്പം എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തമായ ഹൃദയത്തിന്റെ മനസ്സിനുടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാതൃക ആ പ്രവാചകനിലുണ്ട് എന്ന് ഖുർആൻ വിരൽ ചൂണ്ടുന്നു. വഇന്നക ലഅലാ ഖുൽഖിൻ അളീം, അല്ലയോ മുഹമ്മദ് നബിയെ, താങ്കൾ ഉത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ്. അള്ളാഹു എടുത്തു പറഞ്ഞു നബിയെ കുറിച്ച്. ആ നബിയിലേക്ക് വിരൽ ചൂണ്ടി റബ്ബുൽ ഇസ്സത്ത്. എന്നിട്ട് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മുഹമ്മദ് നബിയിൽ അത്യുത്തമ മാതൃകയുമുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റുക. അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക. ഖുർആൻ വായിക്കുന്നതിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നതിലൂടെ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കണ്ണോടിക്കുന്നതിലൂടെ ആ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, പ്രവാചകൻ ഉണ്ടായിരുന്ന ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. എങ്കിൽ നാളെ വിജയമുണ്ട്. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാകാൻ നമുക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസ് അഫ്ദൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ, സത്യം പറയുന്ന എല്ലാ നാവിനുടമയും സ്തുത്യർഹമായ ഹൃദയത്തിനുടമയുമാണ് ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, സുദൂഖുൽ ലിസാൻ നഅരിഫുഹു, ഞങ്ങൾക്കറിയാം സുദൂഖുൽ ലിസാൻ എന്താന്ന് പറഞ്ഞറിയാം. നോണ പറയരുത്, സത്യം പറയണം, സത്യത്തിന്റെ വക്താവാകണം. പക്ഷെ ഫമാ മഖ്മൂമുൽ ഖൽബ്, എന്താണ് ഈ മഖ്മൂമുൽ ഖൽബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയുൻ നഖിയു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. എന്താണെന്നറിയോ ഈ മഖ്മൂമുൽ ഖൽബ്? അത് സൂക്ഷ്മതയുള്ള ഹൃദയമായിരിക്കും, അത് പരിശുദ്ധമുള്ളതായിരിക്കും. ലാ ഇസ്മ ഫീഹി വലാ ബഗി, ആ ഹൃദയത്തിൽ പാപമുണ്ടാവില്ല. വലാ ബഗി, അതേ അതിക്രമമോ വിദ്വേഷമോ ഉണ്ടാവില്ല. വലാ ഗില്ല,
ഉൾപ്പക ആ ഹൃദയത്തിൽ ഉണ്ടാവില്ല. വല ഹസദ, അസൂയ ഉണ്ടാവില്ല ആ ഹൃദയത്തിൽ. അതാണ് മഹ്മൂമുൽ ഖൽബ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ശ്രേഷ്ഠനാവാൻ നമുക്ക് കൊതിയുണ്ടെങ്കിൽ, നമുക്കടങ്ങാത്ത പൂതിയുണ്ടെങ്കിൽ, ഇതേപോലെ കറകളഞ്ഞ മനസ്സിനുടമളാകുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ വചനം ശ്രദ്ധേയമാവുകയാണ്. കൽബുൻ സലീമാവണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ മുസ്ലിം ആവണം. അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സാധ്യമാം വിധം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിക്കാവൂ, കൽബുൻ സലീമിനുടമയായി മരിക്കാവൂ എന്ന് അള്ളാഹു സ്നേഹത്തോട് ഉപദേശിക്കുന്നു. ഈ സാരോപദേശങ്ങളെ മുറുകെ പിടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണമേ. നിന്റെ അർശിന്റെ തണൽ നീ ഞങ്ങൾക്ക് ചൊരിയണമേ. നാഥ, ഞങ്ങളിൽ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ള മനസ്സും ഈമാൻ തന്ന് നീ ഞങ്ങളോട് കനിയണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണമേ. നാഥ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുവാനുള്ള നല്ല മനസ്സ് നൽകി നീ ഞങ്ങളോട് കനിയണമേ. നാഥ, റബ്ബേ, നാളെയുടെ ലോകത്ത് നീ ഞങ്ങളെ അപമാനിതരാക്കരുതേ പടച്ചതമ്പുരാനെ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവും കൊതിയുമാണ് റബ്ബേ, നാളെയുടെ ലോകത്ത് ആഗ്രഹം തീരുവോളം നിന്നെ പൂർണ്ണമായും കാണണമെന്നുള്ള ആ മഹാസൗഭാഗ്യം ആദ്യം നീ ഞങ്ങൾക്ക് കനിഞ്ഞു തെരുമാറാകണമേ. കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും കഠിനമായ ഖബർ ശിക്ഷയിൽ നിന്നും കരുണാവാരിധിയെ നീ ഞങ്ങളെ കാക്കണമേ. നാഥ, സ്വർഗ കവാടങ്ങൾ നീ ഞങ്ങൾക്കായി മലർക്കുന്നു തെരുമാറാകണേ റബ്ബേ. പടച്ചതമ്പുരാനെ, എല്ലാത്തിലും കൽബുൻ സലീമിനുടമകളാൻ ഹൃദയത്തെ ബാധിച്ച രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും രക്ഷയും നിന്റെ തൗഫീഖും തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നാഥ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് മാന്യമായ ജീവവേതനവും നീ കനിയണം. പലപ്പോഴും കഠിനമായ ജോലി കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ എളുപ്പവും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തുകയും ഞങ്ങളുടെ മനസ്സുകളെ കോർത്തിണക്കുകയും നന്മയിൽ ഒറ്റക്കെട്ടായി മരണം വരെ ദഅവാരംഗത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആഫിയത്തും ഈമാനും തന്ന് നീ ഞങ്ങളോട് കനിയണമേ. നാഥ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, اللهم اجرنا من ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. الله يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين وصلى الله على محمد وعلى اله وصحبه.